അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആഷിഖെന്ന് പറയുന്ന 20-കാരനും തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഫാസിൽ 19-കാരനും ഒരേ കുടുംബക്കാരാണ്. 2 പേര് മരണവാർത്ത വളരെ ദുഃഖത്തോടു കൂടി നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ കരുതലോടു കൂടി, കാരണം പണി നടന്നുകൊണ്ടിരിക്കുന്ന പാലത്തിൽ അതിൻ്റെ തൂണിൽ ബുള്ളറ്റ് ഇടിച്ച് ബന്ധുക്കളായ 2 പേരും മരിച്ച വലിയ ദുഃഖകരമായൊരു വാർത്തയാണ് കേട്ടത്. ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിക്കണം. റോഡ് വികസനം, റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡിൻ്റെ പണി നടക്കുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ അപകടത്തെക്കുറിച്ചുള്ള ഒരു സിഗ്നൽ ബോർഡൊന്നും ഉണ്ടാവില്ല. തീർച്ചയായും അത് വെക്കേണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇത്തരത്തിലുള്ള മരണങ്ങൾ നാം അതിവേഗം പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ നിയന്ത്രണം തെറ്റിപ്പോവുകയാണ്. ഈ കുടുംബം വലിയ ദുഃഖത്തിലാണ് ഇന്ന്. കാരണം 2 കുടുംബക്കാരായ പൊന്നുമക്കൾ ഒന്നിച്ചു പോയതാണ്. തിരിച്ച് വീട്ടിലേക്ക് മയ്യത്താണ്. സുബ്ഹാനല്ലാഹ്, ആ ഒരു നാടിനെ തന്നെ കണ്ണീരിലാക്കിയ ഒരു സംഭവമാണിത്. അതുകൊണ്ട് റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്ന സ്ഥലത്ത് മുന്നറിയിപ്പ് ബോർഡൊക്കെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഈ 2 ചെറുപ്പക്കാരുടെ കുടുംബം ഇന്ന് വലിയ സങ്കടത്തിൽ, ഓരോ കുടുംബത്തിൽപ്പെട്ട പൊന്നുമക്കളാണ്. അള്ളാഹു ആഷിഖിനും അതുപോലെ 2 പേർക്കും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല പൊറുത്തു കൊടുക്കട്ടെ. അതുപോലെ ഫാസിൽ, അള്ളാഹുയുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. കുടുംബത്തിന് താങ്ങാനുള്ള ശേഷി അള്ളാഹു നൽകട്ടെ. പ്രിയമുള്ളവരെ, റോഡിലൊക്കെ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പലയിടത്തും റോഡ് വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി നടക്കുന്ന പാലത്തിൻ്റെ തൂണിൽ ബുള്ളറ്റ് ഇടിക്കാനുള്ള കാരണം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഒരു കുടുംബത്തെ തന്നെ കണ്ണീരിലാഴ്ത്തി ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അള്ളാഹുവേ, ഖബർ വിശാലമാക്കി കൊടുക്കണേ അള്ളാഹ്. അപകട മരണങ്ങൾ തൊട്ട് ഈ കുടുംബങ്ങളെല്ലാവരും നീ കാത്തുകൊള്ളണേ റഹ്മാനെ. അസ്സലാമു അലൈക്കും.